വന്ദേ ഭാരത് ട്രെയിൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കുടുംബം ട്രെയിനിലാണ് കൊല്ലത്തു നിന്ന് 13 വയസ്സുകാരി അച്ഛനും അമ്മയ്ക്കുമൊപ്പം എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് വരുന്നത്. അല്പസമയത്തിനകം തന്നെ 3 പേരും റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് വരും. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ലിസി ആശുപത്രിയിൽ നിന്നുള്ള ആംബുലൻസ് ഇവിടെ സജ്ജമായിട്ടുണ്ട്. ഈ 3.5 കിലോമീറ്റർ ദൂരം മാത്രമേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലിസി ആശുപത്രിയിലേക്കുള്ളൂ. ആ ദൂരം മാത്രമേ പോകേണ്ടതുള്ളൂ. പോലീസിന്റെ സഹായം കൂടി അവർക്ക് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മകളെ തോളത്തെടുത്തുകൊണ്ട് അച്ഛൻ ആംബുലൻസിലേക്ക് വരികയാണ്. എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് പോകാനുള്ള ആ യാത്രയ്ക്കായി മകളെ തോളിലേന്തിക്കൊണ്ട് അച്ഛൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നു. ഈ ആംബുലൻസിൽ കുഞ്ഞിനെ 13 വയസ്സുകാരിയായ പെൺകുട്ടിയെ ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകാൻ വേണ്ടി പോകുന്ന ആളായതുകൊണ്ട് തന്നെ മറ്റു വലിയ റോഡിൽ മറ്റ് ഗതാഗത നിയന്ത്രണങ്ങളോ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളോ ഏർപ്പെടുത്തേണ്ടതില്ല. സാധാരണ രീതിയിൽ പോലീസ് വഴി ഒരുക്കുന്നുണ്ട്. അതിവേഗത്തിലെത്താനുള്ള ക്രമീകരണമുണ്ട്. ഗതാഗത നിയന്ത്രണമില്ല. പരമാവധി വേഗത്തിൽ തന്നെ അവരെത്താനുള്ള ഒരു പോലീസ് വാഹനം മുൻപാകെ ഉണ്ടാകും. അതിന് പിന്നാലെ ലിസി ആശുപത്രിയിൽ നിന്നുള്ള ആംബുലൻസും ഉണ്ടാകും. അപ്പോൾ ആ കുടുംബം ലിസി ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആംബുലൻസിനകത്ത് കയറി കഴിഞ്ഞു. നമ്മൾ ഏതാനും മണിക്കൂറുകളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. കൊല്ലത്തു നിന്ന് 13 വയസ്സുകാരിയെ തോളിലെടുത്തുകൊണ്ടാണ് അച്ഛൻ ട്രെയിൻ കയറിയത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ആ 13 വയസ്സുകാരിയെ തോളത്തിറക്കി എടുത്ത് ആംബുലൻസിൽ കയറ്റുന്ന ഒരു കാഴ്ചയാണ്. പ്രതീക്ഷയോടെ മകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനകത്തു നിന്നും പുറത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ആംബുലൻസിനുള്ളിൽ 13 വയസ്സുകാരിയുണ്ട്. നേരെ ലിസി ആശുപത്രിയിലേക്കാണ്. 3 വർഷമായി ഹൃദ്രോഗത്തിന് ചികിത്സയിലുള്ള പെൺകുട്ടിയാണ്. ഈ കുഞ്ഞിന് അനുയോജ്യമായിട്ടുള്ള ഹൃദയമുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് നേരെ ലിസി ആശുപത്രിയിലേക്ക് എത്തുന്നത്. അവിടെ നിന്നും റിയ സൂചിപ്പിക്കുന്നതനുസരിച്ച് 3.5 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. അത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ എത്തിക്കും. അവിടെ നിന്ന് ആംബുലൻസ് പുറപ്പെട്ടിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ നഗരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. റിയ, ഈ സമയമാണ്, അതായത് നഗരത്തിൽ നല്ല തിരക്കുണ്ടാകുന്ന സമയമാണ്. അപ്പോൾ വാഹന നിയന്ത്രണം പൂർണ്ണമായിട്ടും നിയന്ത്രണമുണ്ടോ? നേരത്തെ മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ടോ? എങ്ങനെയാണ്? ഇന്ന് തന്നെ ഈ ശസ്ത്രക്രിയ നടക്കുമോ? പക്ഷേ ഇവിടെ ഒരു വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണമില്ല. പക്ഷെ പോലീസിന്റെ വാഹനം അകമ്പടി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ അവയവമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടത് അവയവവുമായി പോകുന്നൊരു വാഹനവും, അതുകൊണ്ട് തന്നെ അത് എത്രയും വേഗം തന്നെ ആശുപത്രിയിൽ ഈ അവയവം സ്വീകരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യകതയും ഉള്ളത് കൊണ്ടാണ് ഗതാഗതമൊക്കെ നിയന്ത്രിച്ച് പോലീസ് അത്തരത്തിലൊരു ക്രമീകരണം ഏർപ്പെടുത്തിയത്. ഇവിടെ പെൺകുട്ടി അവയവം സ്വീകരിക്കാൻ പോകുന്ന ആളായതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഗതാഗതം ബ്ലോക്ക് ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യമില്ല എന്നത് നേരത്തെ തന്നെ ആളുകൾ അറിയിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് പോലെ തന്നെ കുട്ടിയെ എത്തിക്കുന്നു. പക്ഷേ പോലീസ് അവിടെയും കൃത്യമായി തന്നെ മറ്റ് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ അവരെ എത്തിക്കാനുള്ള ഒരു ക്രമീകരണം ഇവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പെൺകുട്ടി ആശുപത്രിയിൽ എത്തിയാൽ തന്നെ മറ്റ് പരിശോധനകൾ നടത്തുക എന്നുള്ളതാണ്. കുഞ്ഞ് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് കുട്ടിയുടെ ശരീരം സജ്ജമാണോ, മറ്റു രക്തസാമ്പിളുകൾ ഹൃദയവുമായി ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റു ക്രമീകരണങ്ങൾ, മറ്റു പരിശോധനകൾ അതൊക്കെ നടത്തുക എന്നുള്ളതാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ സംഭവിക്കേണ്ടത്. അത് എത്രയും വേഗം തന്നെ നടത്താനാകുമെന്നാണ് ലിസി ആശുപത്രിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. അത് നടത്തി ഈ 18 വയസ്സുകാരനായ ബിരുജത്തിന്റെ ഹൃദയം സ്വീകരിക്കാൻ ഈ കുട്ടിയുടെ ശരീരം തയ്യാറാണ് എന്ന് പരിശോധനയിൽ ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ അവയവ മാറ്റ ശസ്ത്രക്രിയക്കുള്ള മറ്റു ക്രമീകരണങ്ങളിലേക്ക് കിടക്കും. അത് 9:00 തന്നെ മറ്റു ക്രമീകരണങ്ങളെല്ലാം ഇതെല്ലാം കറക്റ്റായാൽ 9:00 കൂടി തന്നെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ അവയവം എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ആരംഭിക്കുമെന്നതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഏതാണ്ട് വളരെ പെട്ടെന്ന് തന്നെ ലിസി ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള മറ്റ് ക്രമീകരണങ്ങൾ പോലീസ് ചെയ്യും. എന്തായാലും ഇവിടെയുള്ള റിയ ബേബിയാണ് വിവരങ്ങൾ നൽകുന്നത്. റിയ സൂചിപ്പിച്ചതുപോലെ തന്നെ അവയവമല്ല, ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ട പെൺകുട്ടിയുമായിട്ടുള്ള ആംബുലൻസ് ആണ് പുറപ്പെട്ടത്. അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ലിസി ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു ശസ്ത്രക്രിയ നടന്നത്. അങ്ങനെയാണെങ്കിൽ നടക്കാൻ പോകുന്നത് 30ാമത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ്. പെൺകുട്ടിക്ക് അനുയോജ്യമായിട്ടുള്ള ഹൃദയം കണ്ടെത്തിയതിനെ തുടർന്നാണ് കുഞ്ഞുമായിട്ട് ഇപ്പോൾ മാതാപിതാക്കൾ ഉടൻ തന്നെ ലിസി ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നത്. ഹൃദയപൂർവ്വം കേരളം ഒപ്പം ആ കുടുംബത്തിനൊപ്പം ആ പെൺകുട്ടിക്കൊപ്പം ഒരുമിച്ച് നിന്ന് അതിനെ നോക്കിക്കാണുകയാണ്.